സിറിയയിലെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷർ അൽ അസദിനെ വിഷം കൊടുത്തുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ച വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. റഷ്യയിൽ അദ്ദേഹം താമസിക്കുന്ന അപ്പാർട്ട്മെന്റിനോടനുബന്ധിച്ചാണ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിന്റെ പിന്നിൽ അമേരിക്കയിലെ CIA ആണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു പറയുന്നുണ്ട്. എന്നാൽ റഷ്യയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുണ്ട്. ഏതായിരുന്നാലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി വല്ലാതെ മോശമായി. അപ്പാർട്ട്മെന്റിൽ വെച്ച് വലിയ രീതിയിലുള്ള ചികിത്സ നടത്തി പരിശോധനയിൽ വിഷപദാർത്ഥം ഉള്ളിൽ ചെന്നതായിട്ട് മനസ്സിലാവുകയും ചെയ്തു എന്ന തരത്തിലാണ്. അപ്പൊ അസദിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ സൈനികരുടെ വലിയ സുരക്ഷയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ അപ്പാർട്ട്മെന്റിലാണ് അസദ് കഴിയുന്നത്. അതോടനുബന്ധിച്ച് അസദിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ പുറത്തു വന്നു. അസ്മ ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ്. അസദിന്റെ ഭാര്യ ഇരട്ട പൗരത്വമുണ്ട്. ബ്രിട്ടനിലും ഇവിടെ സിറിയയിലുമുണ്ട്. ബ്രിട്ടനിലേക്ക് പോകാൻ വേണ്ടി ബന്ധം മുറിയാൻ വേണ്ടിയിട്ടും വിവാഹമോചന അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏത് തരത്തിൽ അവസാനിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ബ്രിട്ടനിലേക്ക് പോകാൻ സാധിക്കാത്തതിന്റെ വിഷയം പറയുന്നത് പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ട്, അത് റിന്യൂവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നു. സിറിയയിലാണെങ്കിൽ എംബസി സംവിധാന കാര്യങ്ങൾ ഉണ്ടായിരുന്നവിടെ നടക്കും. ഇപ്പോൾ റഷ്യയിലാകുന്ന സമയത്ത് റഷ്യൻ സർക്കാരിന്റെ അനുമതി, പ്രത്യേകമായിരിക്കുന്ന അനുമതി വേണം. എന്നിട്ട് വേണം ബ്രിട്ടന്റെ എംബസിയിൽ നിന്ന് ഇത് റിന്യൂവൽ ചെയ്യാൻ. അത് എത്രത്തോളം നിലവിലെ സാഹചര്യത്തിൽ നടക്കും എന്നതിനെ കുറിച്ചൊക്കെ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ രാജ്യം വിട്ടു പോകുന്ന ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് ഇത് അവസാനിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പല രാഷ്ട്ര ഭരണാധികാരികൾക്കും അവസാനമുണ്ടാകുന്ന ദുരന്തത്തെ കൃത്യമായ രീതിയിൽ അതിൽ വിവരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അസദ് കുടുംബത്തിന്റെ ദശകോടികളുടെ ആസ്തി യഥാർത്ഥത്തിൽ റഷ്യയിലുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ബാങ്കിന് പുറമെ ആയിട്ട് വലിയ അപ്പാർട്ട്മെന്റുകളും കോട്ടേജുകളും ബിൽഡിങ്ങുകളും ഉണ്ട് എന്ന് ഇതിനു മുൻപ് തന്നെ സിറിയയുടെ പ്രതിപക്ഷം തന്നെ ആരോപിച്ചതാണ്. അപ്പോൾ അവിടെ ജീവിച്ചു പോവുക എന്നുള്ളതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിലുള്ള ഒരു സഹായങ്ങൾ സിറിയയുടെ മുൻ പ്രസിഡന്റ് നൽകിയിട്ടില്ലെങ്കിൽ അവർ അപായപ്പെടും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. അപ്പൊ ഇത്രയും വലിയ സമ്പാദ്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ മരവിപ്പിച്ച വിവരം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ സിറിയയുടെ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡന്റും ഒക്കെ വലിയ സൗഹൃദവും വലിയ ബന്ധവുമാണ്. ഇന്ന് അധികാരമില്ലാത്തത് കൊണ്ട് ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ റഷ്യയുടെ പ്രസിഡന്റിന് സിറിയൻ പ്രസിഡന്റുമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളുള്ളൂ. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഇപ്പൊ സ്ഥാനങ്ങളും അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തുണ്ടാവുന്ന സമീപനവും അതുണ്ടാവുന്ന സമയത്തുള്ള സമീപനത്തിനും വലിയ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. വലിയ നിയന്ത്രണങ്ങൾ പല ഘട്ടങ്ങളിലും അഭയം തേടി പോകുന്ന ഭരണാധികാരികൾക്ക് മുമ്പിൽ ആ രാഷ്ട്രം മുന്നോട്ട് വെക്കും. അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല, അതിനെതിരെ സംസാരിക്കാനും സാധിക്കുകയില്ല. കാരണം അവരുടെ നിയന്ത്രണത്തിലാണ്. അതായത് റഷ്യയുടെ സൈനികരുടെ സുരക്ഷാ വലയത്തിനുള്ളിൽ അവരുടെ നിയമാവലിക്കനുസരിച്ച് ജീവിക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റ് നിലവിലുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് രാജ്യം വിട്ടുപോകുന്ന ഭരണാധികാരികളുടെ ഭാവി അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ യാസർ അറഫാത്തിന്റെ സ്ഥിതിവിശേഷം പല ഘട്ടങ്ങളിലും പല ഭരണാധികാരികൾക്കും ഉണ്ടായിട്ടുണ്ട്. 2004 നവംബർ മാസം 11 അറഫാത്ത് മരിക്കുന്നത്. അതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഫ്രാൻസിലേക്ക് അറഫാത്ത് റാമല്ലയിൽ നിന്ന് ഈജിപ്ത് വഴി ചികിത്സക്ക് പോകുന്നത്. അന്നത്തെ ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന അഹമ്മദ് അടക്കം അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകിയിരുന്നു. ഇന്ത്യ പ്രതിനിധീകരിച്ചു പോയത് അദ്ദേഹമായിരുന്നു. ഒരുപാട് രാഷ്ട്രങ്ങളുടെയും അറബ് രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ അറഫാത്തിനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് റാമല്ലയിൽ എത്തിയിരുന്നു. ഈജിപ്ത് എയർലൈൻസിലാണ് അദ്ദേഹം പോയത്. പിന്നീട് ആദ്യഘട്ടത്തിൽ നമ്മളത് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മസ്തിഷ്ക ആഘാതമുണ്ടായി, പിന്നീട് മരണവും നടന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നിലനിന്നിരുന്നു. അത് ആദ്യഘട്ടത്തിലൊന്നും പാലസ്തീന് വിട്ടുകൊടുത്തിട്ടില്ല. ആശുപത്രി അത് വിട്ടുകൊടുക്കാതെ പിടിച്ചതുമായി ബന്ധപ്പെട്ട് കുറെ വിഷയമുണ്ട്. ഏറ്റവും ഒടുവിൽ ശരീരത്തിലേക്ക് വിഷവസ്തു കയറിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലോട്ടോണിയം അടിവസ്ത്രത്തിൽ തിരികെ കയറ്റാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ളിടത്തേക്ക് പാലസ്തീനും അറബ് രാജ്യങ്ങളും എത്തി. ഇതല്ലെന്ന് തിരസ്കരിക്കാൻ വേണ്ടിയിട്ട്
ചികിത്സിക്കപ്പെട്ട ആശുപത്രിയുടെ അധികൃതർ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല. പിന്നീടുള്ള അതിന്റെ തുടർ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്നത് യാസർ അറഫാത്തിനെ ചികിത്സിച്ചത് തന്നെ യഥാർത്ഥത്തിൽ ജൂത ഡോക്ടർമാരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഭാഗത്തിനൊക്കെ ഒരു കണക്ടിവിറ്റി ഉണ്ടാവും, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന്റെ അപ്പുറമായ രീതിയിൽ. ഇപ്പോ അസദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് വിഷം നൽകി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ CIA ഇതിന് എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നും സംശയിക്കുന്നു. അപ്പോൾ അമേരിക്കക്ക് എങ്ങനെയാണ് റഷ്യയുടെ കൺട്രോളിലുള്ള അപ്പാർട്ട്മെന്റിലുള്ള ഇവർക്ക് ഈ ബഷറിന് ഇങ്ങനെ വിഷം നൽകാൻ വേണ്ടി സാധിച്ചത് എന്നതൊക്കെ നമ്മളെ കുഴക്കുന്ന ചോദ്യമാണ്. പക്ഷേ ചില സമയത്തൊക്കെ അത് എളുപ്പത്തിൽ അത് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ പലഘട്ടം ഇപ്പോ ഹമാസിന്റെ നേതാവിനെ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഏറ്റവും സുരക്ഷിത മേഖലയിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരം ലോകത്തെ അമ്പരപ്പിച്ചതാണ്, ഞെട്ടിച്ചതാണ്. സർക്കാർ തലത്തിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയിൽ സർക്കാരിന്റെ സൈനികരുടെ സുരക്ഷാ വലയത്തിലാണ് ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹാനിയെ കഴിഞ്ഞത്. അദ്ദേഹം താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ അദ്ദേഹം താമസിക്കുന്ന റൂമിന്റെ നമ്പർ പോലും ഇസ്രായേലിന് ചോർന്ന് കിട്ടിയിരിക്കുന്നു എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഫോടനം നടത്തി വെടിവെച്ചോ അല്ലാത്ത രീതിയിലോ കൊലപ്പെടുത്തി. 3-4 മാസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സംസാരിച്ചത് പോലുമില്ല. ഏറ്റവും ഒടുവിൽ നിലവിലെ പ്രതിരോധ മന്ത്രിയാണ് തങ്ങളാണ് ഹമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് എന്ന് സമ്മതിച്ചതോടുകൂടി ഈ കാര്യം കൃത്യമായി, മുമ്പ് ഇറാൻ എന്താണോ പറഞ്ഞത് അത് തന്നെ യാഥാർത്ഥ്യം. അപ്പൊ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതൊക്കെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് റഷ്യയും അമേരിക്കയും തമ്മിൽ ബദ്ധശത്രുക്കളായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. റഷ്യയുടെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷാ വലയത്തിൽ കഴിയുന്ന ഈ സിറിയയുടെ മുൻ പ്രസിഡന്റ് അസദിനെ കൊല്ലാൻ വേണ്ടി CIA ശ്രമം നടത്തി വിഷം നൽകി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പ്രത്യേകമായിരിക്കുന്ന ഒരു മീഡിയയിലാണ്, ഔദ്യോഗികപരമായിട്ടല്ലെങ്കിൽ പോലും പ്രത്യേകമായിരിക്കുന്ന ഒരു മീഡിയയിലാണ് ഈ റിപ്പോർട്ട് വന്നത് എന്നാണ് പറയുന്നത്. ജനറൽ SPR എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് അത് റഷ്യയിൽ പ്രവർത്തിക്കുന്നതാണ്. അതിലാണ് ആദ്യം തന്നെ ഈ വിവരങ്ങൾ വന്നത്. പിന്നെ കുറേശ്ശെ ഈ മീഡിയയിലും അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളും ചെറിയ രീതിയിലെങ്കിലും റിപ്പോർട്ടും പുറത്തു വന്നു. അദ്ദേഹം ഇനിയിപ്പോൾ കൊല്ലപ്പെട്ടാൽ, അസദ് ഇപ്പോൾ കൊല്ലപ്പെട്ടാലും അതൊരു പ്രാധാന്യമുള്ള വിഷയമൊന്നുമല്ല. അദ്ദേഹം മരണത്തെ മുഖാമുഖം കാണുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് രാജ്യം വിട്ടുപോയി അഭയം തേടുന്ന രാഷ്ട്ര ഭരണാധികാരികൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സദ്ദാം ഹുസൈനാണ്. സദ്ദാം ഹുസൈൻ അന്നത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷാണ് രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞത്. സദ്ദാമും 2 മക്കളും 48 മണിക്കൂറിന് മുമ്പിൽ ഇറാഖ് വിട്ടു പോകണം എന്ന്. ആ സമയത്ത് ബഹ്റൈൻ എന്ന് പറഞ്ഞ രാജ്യം സദ്ദാമിനും മക്കൾക്കും അഭയം നൽകാമെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ടും അമേരിക്കക്ക് മറുപടിയായിട്ടുമാണ് സദ്ദാം ഹുസൈൻ പറഞ്ഞു, ഞാൻ ജനിച്ചത് തിക്രീത്ത് എന്ന് പറയുന്ന ഈ ദേശത്തിന്റെ മണ്ണിലാണ്, യുദ്ധം ചെയ്ത് തന്നെ മരിക്കും, രാജ്യം വിട്ടു പോകാൻ ഞാൻ ആളല്ല എന്ന്. അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണെന്ന് ഇപ്പോൾ ശരിവെക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അസദ് ഇപ്പോൾ ഏതെങ്കിലും ഒരു അപകട രൂപത്തിൽ മരണപ്പെടാനുള്ള സാധ്യതകൾ കണക്കാക്കുന്നു. അതിന്റെ ആരംഭമാണ് ഇപ്പം തുടങ്ങിയത് എന്നുള്ളതാണ്. കാര്യം എന്ന് പറയുന്നത് അസദ് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കക്ക് ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. രാജ്യം അട്ടിമറിച്ചതിന്റെ പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് അസദ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പ്രചരിപ്പിച്ചത് അമേരിക്കക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അതിന് ശേഷം റഷ്യ ഇടപെട്ടുകൊണ്ട് സോഷ്യൽ അക്കൗണ്ടിലൂടെ പ്രചരണം നടത്തരുത് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഔദ്യോഗികമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകമായിരിക്കുന്ന നിലപാടുകളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ മുൻ ഏകദേശം 20 വർഷത്തിലധികം സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന റഷ്യ അഭയം നൽകി ആ രാജ്യത്തേക്ക് കടന്നു കയറിയ സിറിയയുടെ മുൻ പ്രസിഡന്റ് അസദിനെ എന്ത് ചെയ്യുന്നു, വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ടല്ല യഥാർത്ഥത്തിൽ ലോകം നോക്കിക്കാണുന്നത്.